കേന്ദ്ര സർക്കാർ പോലും അത് കണ്ട് കേന്ദ്രത്തിലും അത്തരം പദ്ധതികൾ തൂഫാൻ പോലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നു. അത് കേരളത്തിനെ കണ്ടുകൊണ്ട് തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് കേരളത്തിന്റെ വിജയമാണ്, സർക്കാരിന്റെ വിജയമാണ്, ഓപ്പറേഷൻ തൂഫാന് നേതൃത്വം കൊടുക്കുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയുടെ വിജയമാണ്. ഇതിനൊക്കെ അപ്പുറം രാപ്പകലില്ലാതെ പണിയെടുക്കുന്ന കേരള പോലീസിന്റെ വിജയമാണെന്ന് പറയേണ്ടി വരും. പെരുമ്പാവൂരുകാർ പറയുന്ന ഒരു ആശങ്കയുണ്ട്. അവരെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ അവർക്ക് ജാമ്യം കിട്ടും. അത് മലയാളികൾ പോയി ജാമ്യം എടുത്തു കൊടുക്കും. പല MLA മാരും മന്ത്രിമാരടക്കം പറയുകയുണ്ടായി, ലഹരി കേസിൽ പിടിക്കുകയാണെങ്കിൽ ജാമ്യത്തിനായി ഞങ്ങളെ വിളിക്കരുത്, ഞങ്ങൾ വരില്ല എന്ന് ശക്തമായി പല MLA മാരും പല പൊതുപരിപാടികളിലും പറഞ്ഞു. അത് എല്ലാ MLA മാരും മന്ത്രിമാരും അത്തരം നിലപാട് എടുക്കണമെന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. K. സുധാകരൻ ഗുണ്ടകളുമായി ചേർന്നൊരു യോഗം നടത്തുകയും അത് വലിയ വിവാദമാവുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് വീണ്ടും രമേശ് ചെന്നിത്തല കർശനമായി പറഞ്ഞിട്ടുണ്ട്, തൂഫാന് പുറത്തുനിന്ന് ആരും യോഗങ്ങൾ കൂടണ്ട, കേരള പോലീസിന്റെ നേതൃത്വത്തിലുള്ള യോഗങ്ങൾ മാത്രം മതി, അല്ലെങ്കിൽ അത്തരം യോഗങ്ങൾ മാത്രമാണ് ഒഫീഷ്യലായി ഉള്ളത്. ബാക്കി കൂടുന്ന ഒരു യോഗങ്ങളും അത് കേരള സർക്കാരിനോ തൂഫാനുമായോ ബന്ധമുണ്ടാകില്ല എന്ന് പറഞ്ഞു. പുതിയ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് 1 മാസങ്ങൾ കഴിയുന്നു, അല്ലെങ്കിൽ 1 മാസം കടന്നു. ആദ്യം തൊട്ട് അല്ലെങ്കിൽ സർക്കാർ അധികാരത്തിൽ വന്ന് ആദ്യം നടപ്പിലാക്കിയത് ഓപ്പറേഷൻ തൂഫാനായിരുന്നു. കേരളത്തിലെ എപ്പോഴും അല്ലെങ്കിൽ കേരളത്തിന്റെ അഭിമാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്നത്. മറുവശത്ത് കേന്ദ്ര സർക്കാർ പോലും അത് കണ്ട് കേന്ദ്രത്തിലും അത്തരം പദ്ധതികൾ തൂഫാൻ പോലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നു. അത് കേരളത്തിനെ കണ്ടുകൊണ്ട് തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് കേരളത്തിന്റെ വിജയമാണ്, സർക്കാരിന്റെ വിജയമാണ്, ഓപ്പറേഷൻ തൂഫാന് നേതൃത്വം കൊടുക്കുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയുടെ വിജയമാണ്. ഇതിനൊക്കെ അപ്പുറം രാപ്പകലില്ലാതെ പണിയെടുക്കുന്ന കേരള പോലീസിന്റെ വിജയമാണെന്ന് പറയേണ്ടി വരും. 1 മാസങ്ങൾക്കിപ്പുറം ഒരുപാട് ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ ലഹരി പദാർത്ഥങ്ങളാണ് കേരളത്തിൽ നിന്ന് പിടിച്ചെടുത്തിരിക്കുന്നത്. ലഹരിയുടെ ഹബ്ബായി കേരളം മാറിയെന്ന്, അല്ലെങ്കിൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കേരളം ലഹരിയുടെ ഹബ്ബായി മാറിയെന്നതിൽ യാതൊരുവിധ തർക്കവുമില്ല. പിന്നെ ഏറ്റവും കൂടുതൽ ഒരു ആശങ്ക നിൽക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഓപ്പറേഷൻ തൂഫാൻ അല്ലെങ്കിൽ ഭരണപക്ഷം പോലും വിചാരിച്ചില്ല ഇത്രയും സക്സസ് ആയി മുന്നോട്ട് പോകുമെന്ന്. പക്ഷെ എത്ര നാൾ ഓപ്പറേഷൻ തൂഫാനുമായി സർക്കാർ മുന്നോട്ട് പോകുമെന്നൊരു ചോദ്യമുണ്ട്. 1 മാസം പിന്നിടുമ്പോൾ രമേശ് ചെന്നിത്തല പറഞ്ഞൊരു വാക്കുണ്ട്, എന്റെ കയ്യിൽ നിന്നൊക്കെ കാര്യങ്ങൾ പോയിട്ടുണ്ട്, പറന്നുപോയി, ജനങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞു. അദ്ദേഹം വളരെ സന്തോഷത്തോടുകൂടിയാണ് പറയുന്നത്. രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന നേതാവിന്റെ ഗ്രാഫ് ഉയർത്തിയതും ഓപ്പറേഷൻ തൂഫാൻ തന്നെയാണ്. അല്ലെങ്കിൽ കോൺഗ്രസിൽ മുഖ്യമന്ത്രിമാരുടെ 3 പേരുടെ പേര് ഉയർന്നു വന്നപ്പോൾ അതിൽ പല ആളുകളും വേണ്ട, രമേശ് ചെന്നിത്തല വേണ്ട എന്ന് പറഞ്ഞവരൊക്കെ ഇപ്പൊ തിരുത്തി പറയുന്നുണ്ട്. രമേശ് ചെന്നിത്തല വന്നാലും യാതൊരു കുഴപ്പവുമില്ല, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല വന്നാൽ മതിയായിരുന്നു എന്നൊരു അഭിപ്രായക്കാരി പോലും ഇപ്പോൾ, അതും ഓപ്പറേഷൻ തൂഫാന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണെന്ന് പറയേണ്ടി വരും. അത്രത്തോളം ഗ്രാഫ് ഉയർത്തിയിട്ടുണ്ട് രമേശ് ചെന്നിത്തലയും UDF-ഉം. പ്രത്യേകിച്ച് ലഹരിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നമുക്കറിയാം, അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും അല്ലാതിരുന്നപ്പോഴും ഒക്കെ ലഹരിക്കെതിരെ നിരന്തരം പോരാടിക്കൊണ്ടിരുന്ന വ്യക്തി തന്നെയാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ പല ആശങ്കകളുണ്ട്. പല സംസ്ഥാനങ്ങളിൽ നിന്നാണ് ലഹരി ഇങ്ങോട്ട് എത്തുന്നത്. മുഖ്യമന്ത്രി അടക്കം പല സംസ്ഥാനങ്ങളുമായി കൈകോർക്കാൻ തയ്യാറായിട്ടുണ്ട് ഈ ഒരു വിഷയത്തിൽ. പല ജില്ലകളിലും ഇപ്പോഴും ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഓപ്പറേഷൻ തൂഫാൻ ആദ്യഘട്ടത്തിൽ വിജയമാണെന്ന് പറയുമ്പോഴും പൂർത്തീകരിക്കാൻ സർക്കാരിന് കഴിയുമോ എന്നൊരു ആശങ്ക ജനങ്ങൾക്കില്ലേ? ഇത് പൂർത്തീകരിക്കാൻ കഴിയുമോ എന്നുള്ള ആശങ്ക നിലനിൽക്കെ തന്നെ ഇപ്പോൾ പുതിയൊരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. പ്രധാനമായിട്ടും മിനി ഇന്ത്യ എന്ന് അറിയപ്പെടുന്ന എറണാകുളത്തെ ഒരു പ്രദേശം, മിനി ഇന്ത്യ എന്ന് പറയാൻ കാരണം എല്ലാ സംസ്ഥാനങ്ങളിലെയും ആൾക്കാർ ഒത്തുകൂടുന്നത്, അതായത് അതിഥി തൊഴിലാളികളായി എല്ലാവരും എത്തുന്ന ഒരു സ്ഥലം. പെരുമ്പാവൂരിനെ അങ്ങനെയാണ് അറിയപ്പെടുന്നത്. ഒരുപക്ഷെ 38 ലക്ഷത്തോളം പേർ കേരളത്തിൽ അതിഥി തൊഴിലാളികൾ ഉണ്ടെങ്കിൽ അതിലൊരു 80% പെരുമ്പാവൂരാണെന്നാണ് കണക്ക് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് അവിടെ ഈ ലഹരി മാഫിയയുടെ ലഹരി ഉപയോഗം വളരെ കൂടുതലാണ്. ഉപയോഗം മാത്രമല്ല, വിൽപ്പനയും. ഈ പെരുമ്പാവൂർ പല സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന അതിഥി തൊഴിലാളികൾ മറ്റ് ജില്ലകളിലേക്കും, എറണാകുളത്തിന് പ്രധാനപ്പെട്ട എറണാകുളം ജില്ലയുടെ പല ഭാഗങ്ങളിലേക്കും മറ്റു ജില്ലകളിലേക്കും ഒക്കെ ഈ ലഹരി എത്തിക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ്, ഇവിടെ നിന്നാണ് കൊണ്ടുപോകുന്നത് ഒരു പ്രചരണമുണ്ട്. അങ്ങനെയാണ് ഒരു അറിയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇത്രയും പേർ, അവിടെയുള്ള സാധാരണ നാട്ടുകാരെക്കാളും കൂടുതൽ അതിഥി തൊഴിലാളികളാണ് അവിടെ ഉള്ളത്. അപ്പോൾ അവിടെ നിരവധി ക്രൈമുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ലഹരി ഉപയോഗം വളരെ കൂടുതലാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഓപ്പറേഷൻ തൂഫാനുമായി രമേശ് ചെന്നിത്തല ഇന്ന് നേരിട്ടെത്തുകയാണ് ഉണ്ടായത്. ഇന്നിപ്പോൾ അവിടെ നേരിട്ടെത്തി അവിടെ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നു, ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നു, അവിടെ റാലി നടത്തുന്നു, ജാഗരൺ റാലി നടത്തുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ റാലി കൊണ്ടും പ്രതിജ്ഞ കൊണ്ടൊന്നും കാര്യമില്ല. അതായത് പോലീസൊക്കെ നേരിട്ട് അവിടെ നേരത്തെയും റെയ്ഡും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. എങ്കിലും ഇന്ന് ആഭ്യന്തരമന്ത്രി കൂടി അവിടെ എത്തുന്നതോടെ അതിനൊരു വേറൊരു തലത്തിലേക്ക് മാറുകയാണിത്. അപ്പോൾ അങ്ങനെയുള്ള ഈ പെരുമ്പാവൂരിൽ ഈ തൂഫാൻ വരുന്നതോടുകൂടി അവിടെ ആദ്യം ഒരു ബോധവൽക്കരണം നൽകുകയാണ്. ഇനിയും അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ വേറെ തലത്തിലേക്ക് പോകും, അല്ലെങ്കിൽ കർശനമായ നടപടി ഉണ്ടാകും എന്നുള്ളൊരു
മുന്നറിയിപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ആഭ്യന്തരമന്ത്രി വന്നിരിക്കുന്നത് അവിടെ. അല്ല, പ്രതിജ്ഞ ചൊല്ലുക എന്ന് പറയുന്നത് അതൊരിക്കലും ഒരാളും പ്രതിജ്ഞ ചൊല്ലി ശരിയായ ചരിത്രം ഇന്ത്യയിൽ ഇല്ല. തന്നെ ഇല്ല. പക്ഷെ വിദ്യാർത്ഥികൾക്ക് ഒരു അവയർനെസ് നൽകുക, സ്കൂളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഒരു അവയർനെസ് നൽകുക എന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം പ്രതിജ്ഞ ചൊല്ലിയത്. മുതിർന്ന ആളുകളടക്കം ഇന്ന് പ്രതിജ്ഞ ചൊല്ലി എല്ലാ സ്കൂളുകളിലേക്കും പ്രതിജ്ഞ ചൊല്ലൽ വ്യാപിപ്പിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. പെരുമ്പാവൂര് പോലെ ഒരു സ്ഥലം തെരഞ്ഞെടുക്കാൻ ഓപ്പറേഷൻ തൂഫാൻ 1 മാസം പൂർത്തീകരിക്കുമ്പോൾ പെരുമ്പാവൂർ പോലെ കേരളത്തിലെ മറ്റൊരു ജില്ലയും തെരഞ്ഞെടുക്കാതെ പെരുമ്പാവൂര് എറണാകുളം ജില്ല തെരഞ്ഞെടുക്കുകയും അവിടെ പെരുമ്പാവൂര് തെരഞ്ഞെടുത്തതിന് ഒരു പ്രധാന കാരണമുണ്ട്. ചേട്ടൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ അന്യസംസ്ഥാന തൊഴിലാളികളുണ്ട്. അവിടെ തൊഴിലെടുക്കാൻ വേണ്ടി വന്ന് സ്വന്തം കുടുംബത്തിന് വേണ്ടി കുടുംബമായി വന്ന് അന്യസംസ്ഥാനത്ത് നിന്ന് കൃത്യമായി അല്ലെങ്കിൽ മാന്യമായി തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. നമ്മൾ കണ്ടിട്ടുള്ളതുമാണ്. 10ാം ക്ലാസ്സിലൊക്കെ ഫുൾ A+ ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ച അന്യസംസ്ഥാന തൊഴിലാളികളുടെ മക്കൾ വാങ്ങുന്നതും പെരുമ്പാവൂരിൽ നിന്ന് നമ്മൾ കണ്ടിട്ടുള്ള കാര്യം തന്നെയാണ്. മറുവശത്ത് ഇതിനൊക്കെ അപ്പുറത്തേക്ക് ലഹരി കച്ചവടം മാത്രമാണ് തൊഴിൽ, അല്ലെങ്കിൽ അത് തൊഴിലാക്കി നിൽക്കുന്ന ഒരു വിഭാഗമുണ്ട്. പക്ഷെ പെരുമ്പാവൂരുകാർ പറയുന്ന ഒരു ആശങ്കയുണ്ട്. അവരെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ അവർക്ക് ജാമ്യം കിട്ടും. അത് മലയാളികൾ പോയി ജാമ്യം എടുത്തു കൊടുക്കും. കാര്യം മലയാളികൾ അതിന്റെ ഏജന്റ് ആകണമെന്നില്ല, പണം നൽകും. പുറത്തിറങ്ങി കഴിഞ്ഞാൽ അന്യസംസ്ഥാന തൊഴിലാളികൾ പണം നൽകുമെന്നൊരു കാര്യം അവർ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടു, ഒരാളെ അറസ്റ്റിലായത് എന്തോ ലഹരി മരുന്നുമായിട്ട് അറസ്റ്റിലായാൽ ഒരു 5 മണിക്കൂറിനുള്ളിൽ അയാളെ പുറത്തിറക്കി. അതിന് വേണ്ടിയിട്ട് അവിടെയുള്ള ആൾക്കാർ തന്നെ എത്തുന്നു എന്നുള്ളത്. ഇങ്ങനെയുള്ള ഒരു സംഭവം നടന്നുകൊണ്ടാണെങ്കിൽ ഈ തൂഫാൻ പെരുമ്പാവൂരിൽ ഒരിക്കലും വിജയിക്കാൻ കഴിയില്ല. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവിടുത്തെ ജനങ്ങളുടെ കൂടി സഹകരണം ഉണ്ടെങ്കിൽ മാത്രം ആണ് ഇത് നടക്കുള്ളൂ. അല്ല, ഇപ്പോ ബോധവൽക്കരണം നടത്താം എന്നാണ് പറയുന്നത്. ആദ്യം നമ്മൾ കണ്ടതാണ് പെരുമ്പാവൂരിൽ ഇതുവരെയും നടന്നിട്ടില്ലാത്ത രീതിയിലുള്ള റെയ്ഡ് കേരള പോലീസ് നടത്തി. ഒരുപാട് ലഹരി പദാർത്ഥങ്ങൾ പല സ്ഥലത്തു നിന്നായി പിടിച്ചെടുത്തു. പെരുമ്പാവൂരുകാർക്ക് പോലും ഒരു പ്രതീക്ഷയില്ല പൂർണ്ണമായി പെരുമ്പാവൂരിനെ മോചിപ്പിക്കാൻ, ലഹരിയിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ പെരുമ്പാവൂരുകാർക്കുമില്ല. എന്നാൽ അവരും സമ്മതിക്കുന്നു, ഉറപ്പുള്ള ഒരു ആഭ്യന്തര വകുപ്പും കേരള പോലീസും രണ്ടും കൽപ്പിച്ചാണ് അതിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഒരു വിഭാഗം ജനങ്ങൾ പറയുമ്പോഴും പൂർണ്ണമായി ലഹരിയെ പെരുമ്പാവൂരിൽ നിന്ന് ഇല്ലാതാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയില്ല. എന്നാൽ ചെറിയൊരു പ്രതീക്ഷ നൽകാൻ കഴിയുന്നത് പെരുമ്പാവൂർ പോലൊരു സ്ഥലം പലപ്പോഴും ശ്രദ്ധിച്ചാലറിയും ഇതിനു മുൻപും ലഹരി വേട്ടകൾ അല്ലെങ്കിൽ ലഹരിയുമായി ബന്ധപ്പെട്ട കേസുകൾ വരുമ്പോൾ പെരുമ്പാവൂരിലേക്ക് ആരും കൈകടത്താറില്ല, അല്ലെങ്കിൽ പോലീസുകാർ പോലും അത്തരത്തിൽ അങ്ങോട്ടേക്ക് പോകാറില്ല. എന്നാൽ മറിച്ചാണ് കേരള പോലീസ് ഇപ്പൊ നീങ്ങുന്നത്. പെരുമ്പാവൂരിന്റെ മുക്കിലും മൂലയിലും പരിശോധനകൾ നടത്തുന്നുണ്ട്, അറസ്റ്റ് ചെയ്യുന്നുണ്ട്, ലഹരി പദാർത്ഥങ്ങൾ പിടിച്ചെടുത്ത് നശിപ്പിക്കുന്നുണ്ട്. അതിന് ഒരു പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഓപ്പറേഷൻ തൂഫാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വളരെ സീരിയസ് ആയിട്ട് തന്നെ എടുത്തിരിക്കുന്ന ഒരു സംഭവമാണ്. ഇത് വെറുതെ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് റെയ്ഡ് നടത്തുന്നതല്ല. അത് എവിടെ നിന്നാണോ വിതരണത്തിന് എത്തുന്നത്, ഇപ്പോൾ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നായിരിക്കും, എങ്കിലും കേരളത്തിലൊരു സ്ഥലത്ത് ഇത് ശേഖരിച്ചു വെച്ചിട്ടുണ്ടാവും. അവിടുന്ന് ആണ് മറ്റു ജില്ലകളിലേക്കും സ്ഥലങ്ങളിലേക്കും എത്തുന്നത്. അവിടെ പോയി പിടിച്ചു കഴിഞ്ഞാൽ മാത്രമാണല്ലോ ഇതിനൊരു എന്തെങ്കിലും റിസൾട്ട് ഉണ്ടാവുള്ളൂ. അല്ലാതെ വേറെ വേറെ സ്ഥലങ്ങളിൽ മാത്രം നടത്തിയിട്ട് കാര്യമില്ല. ഇത് എവിടെ നിന്നാണ് ഉറവിടം എന്നുള്ളത് പോയിട്ട് അവിടെ. അതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നത് പെരുമ്പാവൂർ ഇതിനൊരു ഏരിയ തന്നെയാണ്. അവിടെ നല്ല രീതിയിൽ ലഹരി വിൽപ്പനയും ഉപയോഗവും എല്ലാം നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയായിരിക്കും, അതുകൊണ്ടായിരിക്കും അവിടെ തന്നെ സെലക്ട് ചെയ്യാൻ കാരണം. അപ്പോൾ ഇപ്പൊ പെരുമ്പാവൂർ നടത്തിയ പരിപാടിയിൽ അതിഥി തൊഴിലാളികൾ ഉൾപ്പെടെ പങ്കെടുത്തു എന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം ഇവരുടെ ഇടയിൽ തന്നെ ഈ ലഹരി ഉപയോഗം ഒഴിവാക്കണം എന്നുള്ള ആൾക്കാരും ഉണ്ടാവുമായിരിക്കും. അപ്പോൾ എന്തായാലും അവിടെയുള്ള ജനപ്രതിനിധികളും നാട്ടുകാരുടെ എല്ലാവരുടെയും സഹകരണത്തോടു കൂടി ഒരു വലിയൊരു ഉദ്യമത്തിനാണ് ഇപ്പോൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അല്ല, മറുവശത്ത് ആദ്യം തന്നെ പറഞ്ഞിരുന്നു, ലഹരി ആരാണോ ലഹരിയുമായി കൊണ്ടുപോകുന്ന ആൾ അല്ലെങ്കിൽ ഏജന്റിനെ മാത്രം പിടിച്ച് കേസ് ഒതുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, അടിവേര് വരെ പോയി അറക്കുമെന്നാണ് ആദ്യം മുതൽ മുന്നോട്ട്, അല്ലെങ്കിൽ കേരള പോലീസും സർക്കാരും ആദ്യം മുതൽ എടുത്ത നിലപാട് അതായിരുന്നു. അത് തന്നെയാണ് പെരുമ്പാവൂര് തിരഞ്ഞെടുക്കാനുള്ള കാരണം. കേരളത്തിന്റെ ഒരു അന്യ സംസ്ഥാനത്ത് നിന്നും തൊഴിൽ ചെയ്യാൻ വന്നാൽ തൊഴിൽ ചെയ്തു പോകുക, അല്ലെങ്കിൽ കേരളത്തിൽ ലഹരിയുടെ ഹബ്ബാക്കാൻ ആരും നോക്കണ്ട, അതിന് ഈ സർക്കാർ അനുവദിക്കില്ല എന്ന് തന്നെയാണ് ഓരോ ദിവസത്തെയും പ്രവർത്തനങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. ബോധവൽക്കരണം നടത്തുക എന്ന് പറയുന്നത് അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളെ ആയിരിക്കണം ബോധവൽക്കരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ബോധവൽക്കരണം നടത്തുന്നു. തൊട്ടു പിന്നാലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല അതിഥി തൊഴിലാളികളെ കണ്ട് അവർക്ക് മലയാളം അറിയാം, ഞാൻ അവരുമായി പല കാര്യങ്ങളും സംസാരിക്കാൻ പോകുന്നുണ്ടെന്ന് പറയുന്നു. അപ്പൊ ഇനി അറിയേണ്ടത് അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളായിരിക്കും സംസാരിക്കാൻ പോകുന്നത്. സ്വാഭാവികമായും എനിക്ക് തോന്നുന്നത് അദ്ദേഹം പറയും, ഇതിനു മുൻപ് അല്ലെങ്കിൽ ഓപ്പറേഷൻ തൂഫാനുമായി ഇറങ്ങുന്നതിന് മുൻപ് രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞിരുന്ന കാര്യമാണ്, ആരെങ്കിലും ലഹരി കച്ചവടം നടത്തുന്നുണ്ട് എങ്കിൽ പോലീസ് പിടിച്ചിരിക്കും, ശിക്ഷ ലഭിച്ചിരിക്കുമെന്ന് പറയുന്നു. പിന്നെ മറുവശത്ത് അഭിനന്ദിക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് സർക്കാരിനെ മാത്രമല്ല, പല MLA അല്ലെങ്കിൽ പലരും പറയുകയുണ്ട്, പല MLA-മാരും മന്ത്രിമാരടക്കം പറയുകയുണ്ടായി, ലഹരി കേസിൽ പിടിക്കുകയാണെങ്കിൽ ജാമ്യത്തിനായി ഞങ്ങളെ വിളിക്കരുത്, ഞങ്ങൾ വരില്ല എന്ന് ശക്തമായി പല MLA-മാരും പല പൊതുപരിപാടികളിലും പറഞ്ഞു. അത് എല്ലാ MLA-മാരും മന്ത്രിമാരും അത്തരം നിലപാട് എടുക്കണം എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. കാര്യം നമുക്കറിയാം, ഒരു MLA-യോ MP-യോ മന്ത്രിയോ വിളിച്ചു പറഞ്ഞാൽ ഊരി പോകാവുന്നതേ ഉള്ളൂ എന്ന ഒരു ആത്മവിശ്വാസം
ലഹരി കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ ലഹരി മാഫിയകൾ കൊണ്ട് അത്തരം കാര്യങ്ങൾ കൂടി തടയാൻ സർക്കാരിന് കഴിയണം. എന്നാൽ മാത്രമേ വിജയിക്കാനാകൂ. മറുവശത്ത് ഇന്ന് രമേശ് ചെന്നിത്തല മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം കെ സുധാകരൻ ഗുണ്ടകളുമായി ചേർന്നൊരു യോഗം നടത്തുകയും അത് വലിയ വിവാദമാവുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് വീണ്ടും രമേശ് ചെന്നിത്തല കർശനമായി പറഞ്ഞിട്ടുണ്ട്, തൂഫാന് പുറത്തുനിന്ന് ആരും യോഗങ്ങൾ കൂടണ്ട, കേരള പോലീസിന്റെ നേതൃത്വത്തിലുള്ള യോഗങ്ങൾ മാത്രം മതി, അല്ലെങ്കിൽ അത്തരം യോഗങ്ങൾ മാത്രമാണ് ഒഫീഷ്യലായി ഉള്ളത്. ബാക്കി കൂടുന്ന ഒരു യോഗങ്ങളും അത് കേരള സർക്കാരിനോ തൂഫാനുമായോ ബന്ധമുണ്ടാകില്ല എന്ന് പറഞ്ഞു. ഇനി ഒരു ആശങ്ക കൂടി നിലനിൽക്കുന്നത്, ഇപ്പൊ പ്രതിജ്ഞ ചൊല്ലിക്കുന്നു, ബോധവൽക്കരണം നടത്തുന്നു, റാലി നടത്തുന്നു, ഇതൊക്കെ സാധാരണ ചെയ്യുന്ന രീതികളാണ്. ഈ പിടിക്കുന്നവരെ ഒന്നും എളുപ്പത്തിൽ പുറത്തേക്ക് പോകാൻ കഴിയുന്നില്ല. പക്ഷെ അറിഞ്ഞോ അറിയാതെയോ ഇതിൽ അകപ്പെട്ടു പോയ യുവാക്കളുണ്ട്, വിദ്യാർത്ഥികളുണ്ട്. അവരെ തിരികെ കൊണ്ടുവരണം. അവരെ നമുക്ക് നിലവിലെ സാഹചര്യത്തിൽ തള്ളിക്കളയാനാകില്ല. അത് രമേശ് ചെന്നിത്തല തന്നെ പറയുന്നുണ്ട്. യുവാക്കളെ രക്ഷിക്കാനും വിദ്യാർത്ഥികളെ രക്ഷിക്കുകയുമാണ് ഓപ്പറേഷൻ തൂഫാൻ കൂടെ ലക്ഷ്യമിടുന്നത്. അങ്ങനെയാണ് എങ്കിൽ അവരെ എങ്ങനെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം, അവർക്ക് എങ്ങനെ കൈത്താങ്, എന്താണ് സർക്കാർ നൽകാൻ പോകുന്നത്, അവരെ ഏത് രീതിയിലായിരിക്കും തിരികെ കൊണ്ടുവരാൻ പോകുന്നതെന്നൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അതിന് ഇതുവരെയും വ്യക്തമായ ഒരു മറുപടി ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടില്ല. പക്ഷെ എന്തെങ്കിലുമൊക്കെ പ്ലാനുകൾ ഉണ്ടെങ്കിൽ അതുകൂടി പൊതുസമൂഹത്തിന് മുന്നിൽ, കാര്യം ബോധവൽക്കരണം എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് അറിയില്ലായിരുന്നു ഇനി ഇത്തരം ഒരു പദ്ധതി അല്ലെങ്കിൽ ഒരു ബോധവൽക്കരണവുമായി വരുമെന്ന്. ഇപ്പോൾ അങ്ങനെ വന്നു. അങ്ങനെയാണെങ്കിൽ ഏറ്റവും അടുത്തതായി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അകപ്പെട്ടുപോയ വിദ്യാർത്ഥികൾ, ഞാൻ പറയുന്നില്ല ഒരു 30-35 വയസ്സിന് ശേഷം ഉള്ളവരെ തിരികെ കൊണ്ടുവരണം ഞാൻ ഇത്രത്തോളം പറയുന്നില്ല. പക്ഷെ 15 വയസ്സ് 16 വയസ്സൊക്കെ ഉള്ള സ്കൂൾ വിദ്യാർത്ഥികൾ, അല്ലെങ്കിൽ 20-22 വയസ്സുള്ള കോളേജ് വിദ്യാർത്ഥികൾ, ഇവരെയൊക്കെ തിരികെ കൊണ്ടുവരണം. കാര്യം ഈ 35 വയസ്സ് കഴിഞ്ഞ അല്ലെങ്കിൽ 30-35 വയസ്സ് കഴിഞ്ഞ ആളുകൾ സ്വയമേ ഒരു തീരുമാനം എടുക്കണം, ഞാൻ ഇനി ഇത് ഉപയോഗിക്കില്ല, തെറ്റാണെന്ന്. പക്ഷെ കുട്ടികൾ അങ്ങനെയല്ല, ഒരു ആഗ്രഹം കൊണ്ട് ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടി ഉപയോഗിക്കുകയും അകപ്പെട്ടു പോവുകയും ചിലപ്പോൾ പല കുടുംബങ്ങളും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പൊ അവരെ തിരികെ കൊണ്ടുവരാൻ കൂടി എന്തെങ്കിലുമൊക്കെ ആഭ്യന്തര വകുപ്പ് ചെയ്യണം, അല്ലെങ്കിൽ സർക്കാർ ചെയ്യണം. അതെന്താണെന്ന് പൊതുസമൂഹത്തിന് മനസ്സിലാകുന്ന രീതിയിലാവുകയാണെങ്കിൽ മികച്ചത്. അല്ലെങ്കിൽ സ്കൂളുകൾ കേന്ദ്രീകരിച്ചും കോളേജുകൾ കേന്ദ്രീകരിച്ചെങ്കിലും എത്രയും വേഗം അതിനുള്ള അവയർനെസ്സും പദ്ധതികളും ആവിഷ്കരിച്ചാൽ മാത്രമേ ഇത് പൂർണ്ണമായി വിജയത്തിലേക്ക് എത്തുകയുള്ളൂ. ഇത് ഈ സ്കൂളുകളിലും കോളേജുകളിലും എന്ന് പറയുമ്പോൾ അവയർനെസ് വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഒരുപാട് പരിപാടികളും സെമിനാറുകളും ഒക്കെ നടത്തുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ഗുണം ചെയ്യുമെന്ന് തോന്നുന്നില്ല. അവിടെ ആര് കൊണ്ടുവരുന്നു, കോളേജുകളുടെ പരിസരത്ത് ആര് കൊണ്ടുവരുന്നു, ആരാണ് വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യാൻ സഹായം ഉണ്ടാക്കി കൊടുക്കുന്നത്, ഇത്തരം കാര്യങ്ങൾ പിടിച്ച് അത് നിർത്തിയതിൽ മാത്രമേ അതിലൊരു മാറ്റം വരും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അല്ല, അത് സ്വാഭാവികമായും പിടിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ആശങ്കയുണ്ട്, ഞാനാണ് ഏജന്റ് എങ്കിൽ എനിക്കൊരു ഭയം, പിടിക്കപ്പെടുമോ അല്ലെങ്കിൽ എന്നെ പിടിക്കുമോ എന്ന ഒരു ആശങ്ക ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്നാൽ മറുവശത്ത് ഒരു പ്രശ്നം കൂടിയുണ്ട്. ലഹരി സുലഭമായി കിട്ടിക്കൊണ്ടിരുന്ന ഒരു കോളേജോ സ്കൂളിന്റെ അടുത്ത് കിട്ടാതെ വരുമ്പോൾ ഇത് ഉപയോഗിക്കുന്ന കുട്ടികൾ ഉണ്ടാകുന്ന മാനസികമായുള്ള സംഘർഷം ചിലപ്പോൾ അവരെ അത് ആത്മഹത്യയിലേക്ക് വരെ കൊണ്ടെത്തിക്കാം. അപ്പൊ അതിനുകൂടി പ്രതിവിധി കണ്ടെത്താൻ സർക്കാരിന് കഴിയണം. അല്ലെങ്കിൽ ആത്മഹത്യാ നിരക്കുകൾ ഉണ്ടാവുകയാണ് എങ്കിൽ, അങ്ങനെ ഉണ്ടാകണമെന്നൊരു ആഗ്രഹം എനിക്കില്ല, പക്ഷെ അങ്ങനെ ഉണ്ടാവുകയാണ് എങ്കിൽ അത് അപ്പോൾ ഈ പറയുന്ന ഒരു വിഭാഗം പ്രതിപക്ഷമെങ്കിലും ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കെതിരെ തിരിയും. ചെന്നിത്തല ഇത്തരം ഒരു നിലപാടെടുത്തത് കൊണ്ടാണ് ഇത്തരം ആത്മഹത്യകൾ ഉണ്ടായത് എന്ന് പറയും. അതിനു മുൻപ് വരെ ലഹരി ഉപയോഗിച്ചുള്ള അക്രമങ്ങളൊക്കെ മറക്കും. ഇത്തരം കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെടാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അതിനുകൂടി എന്തെങ്കിലും ഒരു വഴി സർക്കാർ കണ്ടെത്തണം. എന്തായാലും പെരുമ്പാവൂരിൽ നിന്ന് ഒരു വലിയൊരു ശ്രമത്തിനാണ് ആഭ്യന്തരമന്ത്രി ആരംഭിച്ചിരിക്കുന്നത്. ഇവിടെ നിരവധി പേര് അതിഥി തൊഴിലാളികളായി എത്തുന്നുണ്ട്. അതിൽ ജീവിക്കാൻ വേണ്ടി വരുന്നവരുണ്ട്, ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് കുടുംബം പുലർത്താൻ വേണ്ടി വരുന്ന ഒരുപാട് പേരുണ്ടാവും. ഈ അതിഥി തൊഴിലാളികളുടെ ആണ് നമുക്ക് കേരളത്തിൽ ഇപ്പോൾ കേരളത്തിന്റെ എല്ലാവിധ പ്രവർത്തനങ്ങളും, അതായത് നട്ടൽ എന്ന് പറയാം. കാരണം നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നടത്തുന്നവരാണ്. കഴിഞ്ഞ മാസം ഇലക്ഷൻ നടന്നപ്പോൾ ഇവരെല്ലാവരും കൂടി നാട്ടിലേക്ക് പോയപ്പോൾ ഇവിടുത്തെ എല്ലാ മേഖലകളും സ്തംഭിച്ചൊരവസ്ഥയുണ്ടായിരുന്നു. അതൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഇങ്ങനെയൊരു ഉദ്യമം ഇവിടെ തുടങ്ങി. അത് എല്ലാ അതിഥി തൊഴിലാളികളും ഇതിൽ ഉൾപ്പെട്ടവരാണെന്നില്ല. അങ്ങനെ ചെയ്യുന്നവർക്കുള്ളൊരു മുന്നറിയിപ്പ് കൊടുത്തിട്ടാണ് അടുത്ത ഒരു പരിപാടിയിലേക്ക് ഗവൺമെന്റ് നീങ്ങുന്നത്. എന്തായാലും ഒരു നല്ല ഒരു ശ്രമമാണ്, വിജയിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി നമുക്കും കാത്തിരിക്കാം, അല്ലേ?